എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലം മുതൽ മാമം വരെയുള്ളതാണ്. ഗർഡർ സ്ഥാപിക്കുന്ന വർക്ക് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ടെമ്പററിയായി നിർമ്മിച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. MLA പാലം മുതൽ ബ്രിഡ്ജ് വരെയുള്ള വീഡിയോയുടെ ലിങ്ക് ഐകാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാലത്തിന് കുറുകെ സർവീസ് റോഡ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് കിഴക്കുപുറം ഭാഗത്തേക്കാണ്. ഇടയവണം ഭഗവതി ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു അണ്ടർപാസ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഒരു PUP ടൈപ്പ് അണ്ടർപാസ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ചെറിയ വാഹനങ്ങൾക്ക് വേണമെങ്കിലും ഇതുവഴി കടന്നു പോകാം. അണ്ടർപാസിനോട് ചേർന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ മണ്ണിട്ട് നിരത്തുന്ന വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആയ വർക്കാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ആറ്റിങ്ങൽ കൊല്ലമ്പുഴ മണനാക്ക് റോഡിന് കുറുകെ നിർമ്മിക്കുന്ന അണ്ടർപാസിനടുത്തേക്കാണ്. ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആയതാണ്. ഇപ്പോൾ അതിന് സമീപത്തെ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ ഒരു അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ ആറ്റിങ്ങിൽ നിന്ന് കൊല്ലമ്പുഴ മണനാക്ക് ഭാഗത്തേക്കൊക്കെ പോകാവുന്നതാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിനടുത്തേക്കാണ്. അതുവരെയുള്ള സ്ഥലത്ത് ഇപ്പോൾ മെറ്റൽ നല്ല ഉയരത്തിൽ അടിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. വേറെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിന് മുന്നിലും പിന്നിലുമായി ഡൈവേർഷൻ റോഡുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇതുവരെയും എർത്ത് വർക്കുകളോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല.
ഇവിടെ അണ്ടർപാസ് വരികയാണെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം ഈ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് രാമച്ചംവിള ഭാഗത്തേക്കാണ്. മെയിൻ റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് മെറ്റൽ നിരത്തിയിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത് കാണാം. രാമച്ചംവിള ഭാഗത്ത് നിർമ്മിക്കുന്നത് ഒരു ഓവർപാസ് ആണ്. ഈ ഓവർപാസിൻ്റെ മുകളിലൂടെ ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡാണ് കടന്നു പോകുന്നത്. താഴെ കൂടെ മെയിൻ ഹൈവേയും കടന്നു പോകും. ഓവർപാസിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകൾ ഇവിടെ നേരത്തെ തന്നെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആറ്റിങ്ങൽ ബൈപ്പാസിലെ 4ാമത്തെ ഓവർപാസാണ്. ഈ ഭാഗത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകളൊന്നും പുരോഗമിച്ചിട്ടില്ല. പഴയതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് കുറച്ച് ഭാഗത്ത് മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്കുകളും സർവീസ് റോഡിൻ്റെ വർക്കും ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആറ്റിങ്ങൽ ബൈപ്പാസിൽ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആയങ്കോണത്തിന് MLA പാലത്തിനും ഇടയ്ക്കുള്ള കുറച്ച് ഭാഗത്തും ബ്രിഡ്ജിനും മാമം പാലത്തിനും ഇടയ്ക്കുള്ള കുറച്ച് ഭാഗത്തും മാത്രമാണ്.
ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായതിനാൽ സർവീസ് റോഡ് മുകളിൽ കൂടെയും മെയിൻ റോഡ് താഴെ കൂടെയുമായിരിക്കും കടന്നു പോകുന്നത്. ഇവിടെ നിന്നും മാമം പാലം വരെ RDX കമ്പനിയുടെ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന യാർഡായും കൂടാതെ കോൺക്രീറ്റ് താർ മിക്സിംഗ് പ്ലാന്റായും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് അധികം വർക്കുകളൊന്നും നടന്നിട്ടില്ല. മാമം റിവറിന് കുറുകെ ഇനി ഒരു പാലം കൂടി നിർമ്മിക്കാനുണ്ട്. ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെയാണ് മെയിൻ റോഡിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നാഷണൽ ഹൈവേ 47 നിർമ്മിച്ച പഴയ പാലം. ഇതിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇപ്പോഴുള്ള നാഷണൽ ഹൈവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാലം. ഇനി ഒരു പുതിയ പാലം റൈറ്റ് സൈഡിൽ വരും. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഈ ഒരു ഭാഗത്താണ് പഴയ നാഷണൽ ഹൈവേയിലേക്ക് ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് കയറുന്നത്. ഇവിടെ കുറച്ച് മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. ഇതുവരെ കണ്ട വീഡിയോ അനുസരിച്ച് ആറ്റിങ്ങൽ ബൈപ്പാസിൽ 5 അണ്ടർപാസുകളും 4 ഓവർപാസുകളും 2 ബ്രിഡ്ജുകളുമാണ് ഉള്ളത്. ചിലപ്പോൾ 2 അണ്ടർപാസുകൾ കൂടി വരാൻ സാധ്യതയുണ്ട്. RDS കമ്പനി RKC കമ്പനിയുമായി ചേർന്നാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. വർക്ക് ആക്റ്റീവ് ആകുന്നതനുസരിച്ച് പുതിയ അപ്ഡേറ്റുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.